Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു മാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. പ്രയർ ആരാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഹലോ, ആ പ്രേയർ ഞാനാണ് മാം. കേക്കാവല്ലേ? കേക്കാം. ഈശ്വരാ നിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാങ്കുഴലാക്കി മാറ്റുകെന്നേ. ഈശ്വരാ നിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാങ്കുഴലാക്കി മാറ്റുകെന്നേ. നന്മതൻ തൂമണം പാരിൽ പടർത്തുന്ന പൂമരമായി എന്നെ മാറ്റേണമേ. ഈശ്വരാ നിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാങ്കുഴലാക്കി മാറ്റുകെന്നേ. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ മിന്നു. ഓക്കെ, താങ്ക് യു. സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ ഞാനാണ് മാം. ആൻമരിയ. ഷിൽജി. ഓക്കെ. സിൽജി എന്നാണോ? ഷിൽജി എന്ന പേര്. ഓക്കെ, ഷിൽജി. ഓക്കെ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. രാജ്യത്തിലെ കാക്കകൾ. പണ്ട് പണ്ട് മുഗൾ വംശരാജാവായ അക്ബർ കാലം ഭരിച്ചിരുന്ന കാലം. ഒരു ദിവസം രാജാവിന് തോന്നി തന്റെ സദസ്സിൽ ആർക്കാണ് ബുദ്ധി കൂടുതൽ. അതുകൊണ്ട് സദസ്സിലെ ആളുകളോട് രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. നമ്മുടെ രാജ്യത്ത് എത്ര കാക്കകൾ ഉണ്ടാകും? ഇത് കേട്ട് സദസ്സിലെ അംഗങ്ങൾ ആകെ ചിരിക്കാൻ തുടങ്ങി. കാക്കകളോ? രാജാവ് ചോദിച്ചു. അതെ, കാക്കകൾ. എത്ര കാക്കകൾ കാണും നമ്മുടെ രാജ്യത്ത്? അവർ ആകെ ചിന്താകുലരായി. ആ സമയത്താണ് നമ്മുടെ കഥാനായകനായ ബീർബൽ കടന്നു വരുന്നത്. ബീർബൽ ചോദിച്ചു, എന്താണ് നിങ്ങളെല്ലാവരും നിശബ്ദരായിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, രാജാവ് ഞങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. ആരാണ് എത്ര കാക്കകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്? അപ്പോൾ ബീർബൽ പറഞ്ഞു, രാജാവേ, ഞാൻ ഉത്തരം പറയട്ടെ? രാജാവ് ചോദിച്ചു, ബീർബലിനറിയോ എത്ര കാക്കകൾ ഉണ്ടാകുമെന്ന്? അപ്പോൾ ബീർബൽ പറഞ്ഞു, ഉപരാജാവേ, എനിക്കറിയാം. എന്നാൽ താങ്കൾ പറഞ്ഞോളൂ, എത്ര കാക്കകൾ ഉണ്ടാകും? അപ്പോൾ ബീർബൽ പറഞ്ഞു, 22,341 കാക്കകൾ. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതെത്ര കൃത്യമായി നിങ്ങൾക്കറിയാം? രാജാവേ, നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭടന്മാരെ കൊണ്ട് കാക്കകളെ എണ്ണി നോക്കിക്കോളൂ. അതിൽ കാക്കകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അന്യ രാജ്യങ്ങളിലെ കാക്കകൾ നമ്മുടെ നാട്ടിലെ അവരുടെ സുഹൃത്തുക്കളെ കാണാൻ വന്നിട്ടുണ്ടാകും. അതല്ല, കാക്കകളുടെ എണ്ണം കുറവാണെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്നും കാക്കകൾ അവരുടെ സുഹൃത്തുക്കളെയോ കൂട്ടുകാരെയോ കാണാൻ അങ്ങോട്ടും പോയിട്ടുണ്ടാകും. ഇത് കേട്ട് രാജാവ് ചിരിക്കാൻ തുടങ്ങി. രാജാവിന് മനസ്സിലായി താൻ ചോദിച്ച ചോദ്യത്തിന് തക്കമായ ഉത്തരം തന്നെ ബീർബൽ തന്നു എന്നുള്ളത്. രാജാവ് ബീർബലിന് ധാരാളം സമ്മാനങ്ങളും കൊടുത്ത് അവനെ പ്രശംസിച്ചു. താങ്ക് യു ടീച്ചർ. നന്നായിരുന്നു കേട്ടോ, വെറൈറ്റി ആയിട്ടുണ്ട്. ഓക്കെ, then thought of the day. ഞാനാണ് മിസ്. ഓക്കെ. ഡ്രീം ഡ്രീം ഡ്രീം.
Dreams transform into thoughts, and thoughts result in action. You have to dream before your dreams can come true. If you fail, never give up because fail means first attempt in learning. Small aim is a crime. Have great aim. APJ Abdul Kalam. നൈസ്. കഴിഞ്ഞ ക്ലാസ്സിൽ യോഗ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേര്. കേറിയിട്ടുണ്ടോ? അവര് ജോയിൻ ആയിട്ടുണ്ടോ? പേര് എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഗുഡ് ഓർമ്മയില്ല. ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇല്ല ഇല്ല മാഡം, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, അപ്പൊ വേറെ ഏതെങ്കിലും ക്ലാസ്സിലായിരിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നത്തെ ഡേ വേൾഡ് പോപ്പുലേഷൻ ഡേ. വേൾഡ് പോപ്പുലേഷൻ ഡേ ആണല്ലേ? ലോക ജനസംഖ്യാ ദിനമാണെന്നല്ലേ? ഓക്കെ, എന്താണ് പ്രത്യേകത? എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? ഇന്നത്തെ എന്തെങ്കിലും വാർത്തകളോ മറ്റോ ഒക്കെ കണ്ടോ ഇന്ന്? ഇല്ല, കണ്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ പോപ്പുലേഷൻ റേറ്റ് അനുസരിച്ച് ലോക ജനസംഖ്യ 800 കോടിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനസംഖ്യ 146 കോടിയുമാണ് കേട്ടോ. അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ. അപ്പൊ ഇന്നത്തെ ഡേ പോപ്പുലേഷൻ ഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ കുറഞ്ഞു വരാനാണ് സാധ്യത. ഇപ്പൊ കൂടിയാണ് നിൽക്കുന്നതെങ്കിലും, ചൈനയെ വെട്ടിയാണ് ഇപ്പൊ നിൽക്കുന്നതെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം താഴോട്ട് പോകാനാണ് സാധ്യത. അങ്ങനെയാണ് UNO സ്റ്റഡി നടത്തിയിരിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ താഴോട്ട് പോകുന്നവർ പറയുന്നേ? എല്ലാവരും ജോലിക്ക് വേണ്ടി പുറമെ രാജ്യങ്ങൾ സ്വീകരിക്കുമ്പോ അവരവിടെ സെറ്റിൽഡ് ആവും. പിന്നെ മക്കളൊക്കെ അവിടെയല്ലേ. പിന്നെ നമ്മൾ അതായത് TFR റേറ്റ്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട്. അതായത് പ്രത്യുൽപാദന അതുണ്ടല്ലോ, നമ്മുടെ എന്താ പറയാ, കുട്ടികൾ ഉണ്ടാകുന്ന ആ ഒരു ഇത് ഇപ്പൊ കുറഞ്ഞു വരികയാണെന്നാണ് പറയുന്നത്. കാരണം സ്ത്രീകളൊന്നും, അതായത് പെൺകുട്ടികളൊന്നും തന്നെ ശരിയായ സമയത്ത് അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് ഏജ് ആയിട്ടാണ് ഇപ്പൊ വിവാഹം കഴിക്കുന്നത്. ശരിയാണോ? കുറച്ച് ഏജ് കഴിഞ്ഞിട്ടല്ലേ വിവാഹം കഴിക്കുന്നത്? അല്ലെ, കല്യാണം കഴിക്കാനായിട്ട് ചിലവർ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന അവരവരുടെ ലൈഫിലൊന്ന് സെറ്റിലായി എല്ലാ അച്ചീവ്മെന്റ്സിനും അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒന്ന് സക്സസ്ഫുൾ ആയതിനു ശേഷം മാത്രമാണ് ഇപ്പൊ പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു പ്രായം എന്താ പറയാ കടന്നു പോവാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ ജനസംഖ്യ കുറയാനാണ് കാരണം എന്നാണ് UNO പഠനം തെളിയിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ചൈനയിലും ഇങ്ങനെ തന്നെയാണ്. അവർ ഒറ്റക്കുട്ടി നയം നടപ്പിലാക്കിയല്ലോ കുറച്ചു നാൾ മുമ്പ്, ഒരു 2020 പിന്നീട് ആ ഒറ്റക്കുട്ടി നയം നടപ്പിലാക്കിയതിനെ തുടർന്ന് അവരുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനിടയായി. പിന്നീട് അവർ 2023 ആയപ്പോഴേക്കും വീണ്ടും 3 കുട്ടി നയത്തിലേക്ക് വന്നു. പക്ഷെ ഇപ്പോഴും കുറവാണ്. ഓക്കെ, അപ്പോ രണ്ട് രാജ്യങ്ങൾ, അത് ഇന്ത്യ ആയാലും ചൈന ആയാലും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും പോപ്പുലേഷൻ കുറയുന്നതിനാണ് സാധ്യത എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ ഫിറ്റ്നസ് വരെയാണ് പറഞ്ഞത് അല്ലേ? ഫിസിക്കൽ ഫിറ്റ്നസ് വരെ പറഞ്ഞില്ലേ? ഹെൽത്ത് കെയർ അല്ലേ? യൂണിറ്റ് 7. അതിലെ ഡിസീസസിനെ കുറിച്ച് പറഞ്ഞത്. ഡിസീസസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ ഓക്കെ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ, സോറി കേട്ടോ. ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരെ പറഞ്ഞു നിർത്തി.
ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരെ പറഞ്ഞു നിർത്തി അല്ലേ? ആ ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. ഈ ഹെൽത്ത് കെയർ ഇമ്മ്യൂണൈസേഷൻ ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് അത് നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ആ ഒന്ന് റീഡ് ചെയ്യോ, ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യൂ. 26. ആ ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ. പേജ് നമ്പർ എത്രയാണെന്ന് പറഞ്ഞ്? 26. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇനി നെക്സ്റ്റ് നമ്മൾക്ക് പറയാനുള്ള ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ആണ്. എന്താണ് ഇമ്മ്യൂണിറ്റി? കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. എന്താ ഇമ്മ്യൂണിറ്റി? പ്രതികരണ ശേഷി, രോഗപ്രതിരോധ ശേഷി. ശേഷി അല്ലെ? രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞുതരാം. രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ബോഡിയുടെ കഴിവാണ്, ശരീരത്തിന്റെ കഴിവാണെന്ത്? ഇമ്മ്യൂണിറ്റി കേട്ടോ. ഓക്കെ, the ability of the body to prevent and destroy pathogens that have entered the body. നോട്ട് പറയണോ? നോട്ട് ചെയ്യുന്നുണ്ടോ? The ability of the body, the ability of the body to prevent and destroy, to prevent and destroy pathogens that have entered the body. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് എന്തുണ്ട്? രോഗപ്രതിരോധ ശേഷി ഉണ്ട് അല്ലെ? ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് അല്ലെ? നമ്മുടെ ശരീരം വളരാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിനും വേണ്ടിയിട്ട് മാത്രമല്ല, മറിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫുഡില് നമ്മള് ന്യൂട്രിയൻസ് ഉള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പോ എന്താ പറയുന്നത് ഇവിടെ? നമ്മുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നോർമലി എന്തുണ്ട്? ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ഈ ഇമ്മ്യൂണിറ്റി പവർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? അതായത് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തില് കയറുവാണെങ്കിൽ അതിനെ തടയാനും
ഇനി കയറി കഴിഞ്ഞാല് അതിനെ നശിപ്പിക്കാനുള്ള പവർ നമുക്ക് ഉണ്ടാവും. ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലാണ് എന്ത് കിട്ടുക, ഈ രോഗാണുക്കളെ നമുക്ക് തടഞ്ഞു നിർത്താനും അതുപോലെ തന്നെ നശിപ്പിക്കാനും സാധിക്കുള്ളൂ. നിങ്ങൾ ചില കുട്ടികളുടെ ഇത് കണ്ടിട്ടില്ലേ, ചില കുട്ടികള് സ്കൂളിൽ വരുന്നത് തന്നെ ഇടയ്ക്കിടയ്ക്കായിരിക്കും. ഇപ്പോ ഒരാഴ്ച വന്നു, ഒരാഴ്ച ലീവ് എടുക്കും, വീണ്ടും ഒരാഴ്ച വന്നു, വീണ്ടും ഒരാഴ്ച ലീവ് എടുക്കും, അല്ലെ? ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? എന്തുകൊണ്ടാണത് അങ്ങനെ വരുന്നേ? എന്താ പ്രത്യേകത കുട്ടികളുടെ? ചെറിയ ചെറിയ അസുഖങ്ങള്. അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇല്ല. അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. ഓക്കെ, അതായത് അടുത്തിരിക്കുന്ന കുട്ടിക്കോ അല്ലെങ്കിൽ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിന് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായാല് ഇവരടുത്ത് ചെന്ന് നിന്നാല്, അതായത് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളാണ് അടുത്ത് ചെന്ന് നിൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, രോഗം പടർന്നു പിടിക്കും. അല്ലെങ്കിൽ ആ രോഗമാണ് പെട്ടെന്ന് ഈ കുട്ടിയുടെ, അതായത് ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടിയുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ഇമ്മ്യൂണിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ രോഗാണുവിനെ പ്രിവെന്റ് ചെയ്യാനോ അതിനെ നശിപ്പിക്കാനോ സാധിക്കില്ല. അപ്പൊ അരികത്തെ കൂടി പോയാൽ മതി. അപ്പൊ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ആണ്. ഇനി ചില കുട്ടികളുണ്ട് എത്ര എന്താ പറയാ, ഇപ്പോ അടുത്ത് ചിലപ്പോ പനിയായിട്ടോ അല്ലെങ്കിൽ ചുമയായിട്ടോ ഏതെങ്കിലും ഒരു കുട്ടി വന്നിരിപ്പുണ്ടാകും. പക്ഷെ ഈ കുട്ടിയെ അത് അത്ര അഫക്റ്റ് ചെയ്യണമെന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും അപ്പോ അഫക്റ്റ് ചെയ്യാത്തത്? ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതുകൊണ്ട്, കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പൊ രണ്ട് തരത്തിലുണ്ട്, ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികളും ഉണ്ട്, ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള കുട്ടികളും ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം വരെ രോഗങ്ങൾ തടയുന്നതിന് സഹായിക്കും. ഓക്കെ, ഏറിയ ഭാഗവും നമ്മള് കുട്ടികൾക്ക് അസുഖം വരുന്നതാണ് കാണുന്നത് അല്ലെ? പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അവരുടെ ശരീരത്തിൽ കയറുമ്പോൾ അവർക്ക് എന്താ പറയുക, പ്രിവെന്റ് ചെയ്യാനോ നശിപ്പിക്കാനോ കഴിയാത്ത ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി എന്താവും, യൂസ്ഫുൾ ആവും. ഓക്കെ, ഇതാണ് ഇമ്മ്യൂണിറ്റി കേട്ടോ. ക്ലിയർ ആയോ? ഇമ്മ്യൂണിറ്റി ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഇമ്മ്യൂണൈസേഷൻ ആണ്. ഇമ്മ്യൂണൈസേഷൻ എന്താണ്? അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്നതിനെയാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്താ പറയാ, സ്വാഭാവികമായിട്ട് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലെങ്കിൽ പലവിധ രോഗങ്ങൾ നമുക്ക് വരാം അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ശരീരത്തിന് കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ശരീരത്തിന് കഴിവ് നേടിക്കൊടുക്കുന്നത് ഇമ്മ്യൂണൈസേഷനിലൂടെയാണ്. ഓക്കെ, അപ്പൊ അതും എന്ന് എഴുതിക്കോളൂ. ഇമ്മ്യൂണൈസേഷൻസ് ദാറ്റ് ഗിവ് ദ ബോഡി, immunizations that give the body an artificial ability to fight diseases. Artificial ability. Immunizations that give the body an artificial ability to fight diseases. Okay. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന കുത്തിവയ്പ്പുകളെ നമുക്ക് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നമ്മൾ പോളിയോ വാക്സിൻ കൊടുക്കാറുണ്ട് അല്ലെ? പോളിയോ ഡ്രോപ്സുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ കുഞ്ഞിന്? എത്ര വയസ്സ് വരെയാ കൊടുക്കുന്നത് പോളിയോ ഡ്രോപ്സ്? 5 വയസ്സ് വരെ. 5 വയസ്സ് വരെ കൊടുക്കും അല്ലെ? 5 വയസ്സ് വരെ എത്ര ടൈമിലായിട്ട് കൊടുക്കും? അപ്പൊ അതറിയാമോ ആർക്കെങ്കിലും? 3 ടൈം അല്ലേ? 3 ടൈമാണോ? 6 മാസം ഇടവിട്ട്. 6 മാസം 6 മന്ത് ഇടവിട്ട്. 6 മാസം ജനിക്കുമ്പോ കൊടുക്കാറുണ്ട്, ബർത്തില് കൊടുക്കാറുണ്ട്. ഒന്ന് അന്വേഷിച്ചിട്ട് വരും കേട്ടോ, എത്ര ടൈമാണ് കൊടുക്കുന്നതെന്ന്, എത്ര പ്രാവശ്യമായിട്ടാണ് 5 വയസ്സ് വരെ കൊടുക്കുന്നതെന്ന്
ഒന്ന് ഫൈൻഡ് ഒരു വർഷത്തില് 2 തവണ കൊടുക്കും. അല്ല മാം, മറ്റേ ജനിച്ചു കഴിഞ്ഞ 1 മാസം കഴിഞ്ഞിട്ട് 3 കൊടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിയുമ്പം 6 മാസം കഴിയുമ്പോൾ വിറ്റാമിന്റെ മരുന്ന്, പോളിയോ 3 മാസം കഴിയുമ്പോഴാണ് തോന്നുന്നു. അത് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരിക കേട്ടോ. അത് നിങ്ങളുടെ ജോലിയാണ്. വർഷത്തില് 2 തവണ കൊടുക്കുന്നുണ്ടല്ലോ പോളിയോ. വർഷത്തിൽ 2 തവണ കൊടുക്കുന്നുണ്ട്. പല പല അഭിപ്രായങ്ങളാണ് വരുന്നത്. കറക്റ്റ് ആയിട്ട് അന്വേഷിക്കുക കേട്ടോ. എന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമ്മൾക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് അടുത്തത് നമ്മുടെ PDF-ലോട്ട് നേരെ പോകാം. അതിനകത്ത് ഇമ്മ്യൂണൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് ഡിഫ്തീരിയ ആണ്, പിന്നീട് പറഞ്ഞിട്ടുള്ളത് പെർട്ടൂസിസ് ആണ്, ആൻഡ് ടെറ്റനസ്. ഓക്കെ, അപ്പോ ഇതൊന്ന് ഒരാളൊന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ആരാണ് റീഡ് ചെയ്യാം? ഞാൻ വായിക്കാം മാം. വനജ രതീഷ് അല്ലേ? വായിച്ചോളൂ. അതെ. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, വൂഫിംഗ് കഫ്. കേൾക്കുന്നില്ലേ മാഡം? കേൾക്കുന്നുണ്ട്. Diphtheria, pertussis, whooping cough, and tetanus, lockjaw. Immunization against these 3 diseases is given in one connected shot, the DPT shot. അതായത് ഈ 3 എണ്ണത്തിനും കൂടി ഉള്ളതിനെയാണ് DPT എന്ന് പറയുന്നത്. ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്, അത് 3 കൂടി ചേർത്താണ് നമ്മൾ DPT വാക്സിൻ എടുക്കുന്നത്. The first is given when the baby is 6 weeks old. ആദ്യത്തെ എടുക്കുന്നത് ബേബി 6 ആഴ്ചയാവുമ്പോഴാണ് കുട്ടിക്ക്. ആൻഡ് ഫോളോഡ് ബൈ എ സെക്കൻഡ് അറ്റ് 10 weeks. അതിന്റെ തുടർച്ചയായിട്ട് 10 ആഴ്ചയാവുമ്പോഴാണ് സെക്കൻഡ് വാക്സിൻ എടുക്കുന്നത്. ആൻഡ് തേർഡ് അറ്റ് 14 weeks. മൂന്നാമത്തെ അതിന്റെ വാക്സിൻ എടുക്കുന്നത് 14 ആഴ്ചയാവുമ്പോഴാണ്. അറ്റ് 18 months ആൻഡ് അഗെയിൻ അറ്റ് 4.5 years. അത് കഴിഞ്ഞ് 18 മാസങ്ങളും അതിനുശേഷം 4.5 years കഴിയുമ്പോഴാണ് എ ബൂസ്റ്റർ DPT ഷോട്ട് ഈസ് ഗിവൺ. ബൂസ്റ്റർ DPT ഷോട്ട് പിന്നീട് നൽകുന്നത്. Between the ages of 12 and 14 years, the child is given a booster for diphtheria and tetanus, but not for pertussis. അപ്പൊ ഈ 12 വയസ്സ് 14 വയസ്സിന്റെ ഇടയിലാവുമ്പോ ഈ കുട്ടിക്ക് ഈ ഡിഫ്തീരിയ, ടെറ്റനസിന്റെ ബൂസ്റ്റർ കിട്ടിക്കഴിയും. ബട്ട് നോട്ട് ഫോർ പെർട്ടൂസിസ്. അത് പെർട്ടൂസിസിനെ ഉദ്ദേശമല്ല. അതെന്താ മാഡം ലാസ്റ്റത്തെ? ഓക്കെ, അത് തന്നെയാണ്. പെർട്ടൂസിസിന് ഇല്ല, മറിച്ച് ഡിഫ്തീരിയക്കും ടെറ്റനസിനുമായിട്ടെന്നാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ ഈ ഒരു ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് എങ്ങനെയാണ് ഇതിന്റെ വാക്സിനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്നാണ് ഇപ്പൊ വനജ ഇവിടെ വായിച്ചത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എന്താണ് ഈ രോഗം, എന്താണ് ഇതിന്റെ സിംറ്റംസ്, എന്തൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ, അതൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോ ആദ്യത്തേതാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. വടക്ക് കിഴക്കൻ രാജ്യങ്ങളിലാണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോ ആ സമയത്ത് എന്ന് പറഞ്ഞാല് നമുക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. വാക്സിനോ ട്രീറ്റ്മെന്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ഒരു രോഗത്തിനെതിരായിട്ട്. അപ്പൊ ഈ ഒരു രോഗം പിടിപെട്ടതിന് ശേഷം, അതായത് രോഗം കണ്ടുപിടിച്ചിട്ടില്ല എന്താണെന്ന്, രോഗം കണ്ടുപിടിച്ചാൽ മാത്രമാണ് അതിനെതിരെ നമുക്ക് വാക്സിൻ നിർമ്മിക്കാനായിട്ട് സാധിക്കുക അല്ലെ. അപ്പോ ആ ഒരു കണ്ടീഷനിൽ കുറേയധികം ആളുകള് ഈ ഒരു രോഗം പിടിപെട്ട് മരിക്കുകയുണ്ടായി. അതിനകത്ത് തന്നെ ധാരാളം കുട്ടികളും യുവാക്കളുമാണ് കൂടുതൽ മരണത്തിന് കീഴടങ്ങിയത്. അപ്പൊ നാൾക്ക് നാളെ ഈ ഡിഫ്തീരിയ പിടിപെട്ട് മരിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ അവിടുത്തെ സർക്കാരിന് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ആശങ്കകൾ ഉണ്ടായി. കാരണം എല്ലാവർക്കും ഇത് സ്പ്രെഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോ അവിടെ ഇങ്ങനെ കുറച്ചു നാളത്തേക്ക്, അതായത് എന്തൊക്കെയോ മരുന്നുകളൊക്കെ കൊടുത്തു, അതായത് സാധാരണയുള്ള പനി അങ്ങനെയുള്ള ചുമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണെങ്കിൽ അതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള മരുന്നുകൾ അതിന് കൊടുക്കുമ്പോൾ ചെറിയൊരു ശമനം, അതായത് രോഗപ്രതിരോധ ശേഷിയുള്ളവരില് ഇത് മരണത്തിന് അത്രയും എന്താ പറയാ ഒരു പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാറില്ല. പക്ഷെ കുറെ ആളുകൾ ഇത് പിടിപെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം ആളുകളും
മരിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ അവിടുത്തെ ഗവൺമെന്റിന് ഇതിന് യാതൊരുവിധ നടപടിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. വടക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഈ ഒരു ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗം അമേരിക്കയിലോട്ട് സ്പ്രെഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കറിയാം അമേരിക്ക എന്ന് പറയുമ്പോൾ എന്തൊരു കാര്യം അമേരിക്കയിൽ നടന്നാലും അത് ലോക ശ്രദ്ധ ആകർഷിക്കും, അല്ലെ? അല്ലെ, അമേരിക്കയിൽ നടക്കുന്ന ഏതൊരു കാര്യവും നമ്മൾ അറിയാറില്ലേ? ഫേമസ് അല്ലേ അമേരിക്ക? അതെ അല്ലെ. അപ്പോ അമേരിക്കയില് ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗം റിപ്പോർട്ട് ചെയ്തു. അവിടെ കുട്ടികളില് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ അമേരിക്കൻ ഗവൺമെന്റ് ഇത് നോക്കി കയ്യും കെട്ടി നിന്നില്ല. അവരിതിനെ മരുന്ന് കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു. അതിനു വേണ്ടിയിട്ട് അവര് 2 സയന്റിസ്റ്റുമാരെ നിയമിച്ചു. ഓക്കെ, അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ അവരുടെ കുറച്ചു നാളത്തെ പരീക്ഷണങ്ങൾക്കൊടുവില് അവര് ഒരു വാക്സിൻ കണ്ടെത്തുകയുണ്ടായി. ആ വാക്സിൻ അവർ ആദ്യം ഗിനിപ്പന്നികളിലാണ് പരീക്ഷിച്ചത്. നമുക്കറിയാം, നമ്മൾക്ക് ഇപ്പോ റീസെന്റ് ആയിട്ട് നമുക്കറിയാം കൊറോണ അല്ലെ, കോവിഡ് നമുക്ക് വന്ന ടൈമിൽ നമുക്ക് വാക്സിൻ ഇല്ല അല്ലെ. കുറെ അധികം ആളുകൾക്ക് സ്പ്രെഡ് ചെയ്യുകയും അതുപോലെ തന്നെ കുറെ അധികം ആളുകൾ മരിക്കുകയും കുറെ അധികം ആളുകൾ അതിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ, അതൊരു ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് അതിന്റെ വാക്സിൻ കണ്ടെത്താനായിട്ട് ശ്രമിച്ചത് അല്ലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, അല്ലെ? അങ്ങനെയല്ലേ? അതിനെതിരെയാണ് വാക്സിൻ അല്ലെ? എന്താണ്, ഏതൊക്കെയായിരുന്നു വാക്സിൻ? പേര് ഓർമ്മയുണ്ടോ? കോവാക്സിനും കോവിഷീൽഡും 2 വാക്സിൻസ് അവര് കണ്ടെത്തി. അങ്ങനെ അവർ ആദ്യം എന്താണ് മൃഗങ്ങളിലാണ് അത് പരീക്ഷിച്ചത്. അതിനുശേഷമാണ് നമ്മളില് മനുഷ്യരിൽ അത് കുത്തിവെക്കുന്നത് അല്ലെ. മൃഗങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷം മാത്രമാണ് അത് മനുഷ്യരിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ്. ഗിനിപ്പന്നികളിൽ ആദ്യമായിട്ട് അത് പരീക്ഷിച്ചു, അത് സക്സസ് ആയി. അതിനുശേഷം മനുഷ്യരിൽ ഈ ഒരു വാക്സിൻ കൊടുക്കാനായിട്ട് ആരംഭിച്ചു. ഓക്കെ, അപ്പോ എന്താ പറയാ, ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ആ ഒരു വാക്സിൻ കൊടുത്തതിന് ശേഷം ആളുകളില് ഈ ഒരു അസുഖം കുറഞ്ഞു വരാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറയാനായിട്ട് ആരംഭിച്ചു. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഈ രോഗം റിപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇതിന്റെ മരുന്ന് കണ്ടെത്തിയത്. മരുന്ന് കണ്ടെത്തി അത് കൊടുത്തതിന് ശേഷം ആളുകൾക്ക് ഈ രോഗം കുറയാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോ വളരെയധികം ആളുകൾ ഈ രോഗത്തെ തുടർന്ന് മരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ അറിയപ്പെടുന്ന ഒരു പേരാണ് കില്ലർ ഡിസീസ്. ഓക്കെ, കൊലയാളി രോഗം എന്നാണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗത്തെ അറിയപ്പെടുന്ന പേര്. എന്താണ് പേര്? എന്താ പേര്? കില്ലർ ഡിസീസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു രോഗത്തിനെ പറയുന്ന മറ്റൊരു പേരുണ്ട്, തൊണ്ടമുള്ള് എന്ന് പറയും. തൊണ്ടമുള്ള് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലെ? പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നതാണ്, തൊണ്ടമുള്ള് എന്ന് പറയും. ഇതിന് പ്രോപ്പർ ആയിട്ട് ആദ്യകാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വാക്സിനോ ട്രീറ്റ്മെന്റോ ഒന്നും തന്നെ ഉണ്ടായില്ല. വളരെയധികം നാളുകൾക്ക് ശേഷമാണ് അതൊക്കെ കണ്ടുപിടിച്ചത്. മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ വാക്സിൻ കൊടുത്തതിന് ശേഷം ആളുകളിൽ അസുഖം കുറഞ്ഞതായി കണ്ടെത്തുകയുണ്ടായി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയ കാരണമാണ് ഈ രോഗം ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു ബാക്ടീരിയയാണ്. ഓക്കെ, ആ ബാക്ടീരിയയുടെ പേരാണ് കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, ആ ഒരു ബാക്ടീരിയ കാരണമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. 2-5 ഡേയ്സിനുള്ളില് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്, അതായത് രോഗമാണ് ഈ ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് 2 തുടങ്ങി 5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. ഓക്കെ, പിന്നെ ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഒരു ഡിഫ്തീരിയ രോഗി തുമ്മുകയോ അല്ലെങ്കിൽ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ എന്താണ് സ്പ്രെഡ് ചെയ്യുന്ന ഡ്രോപ്സ് ഇല്ലേ, അതായത് നമുക്കറിയാം ചെറിയ ചെറിയ ഡ്രോപ്സുകൾ വരും അല്ലെ, നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ ഡ്രോപ്സുകൾ വരും. ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കർച്ചീഫ് ഉപയോഗിക്കുന്നത് അല്ലെ. അതായത് മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുമ്മലും ചുമയൊക്കെ വരുമ്പോൾ കർച്ചീഫുകൾ ടവലുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഡ്രോപ്സുകളിലൂടെയാണ് ഈ രോഗാണു മറ്റുള്ളവരിലേക്ക് മാസ്ക് മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗാണു പകരുന്നത്. പിന്നെ അതുപോലെ തന്നെ
ഡിഫ്തീരിയ രോഗി ഉപയോഗിച്ചിട്ടുള്ള കർച്ചീഫുകള്, അതുപോലെ തന്നെ അവരുപയോഗിച്ചിട്ടുള്ള ഗ്ലാസുകള്, പ്ലേറ്റുകള് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെയും രോഗം പകരാം. ഓക്കെ, അപ്പോ ഡിഫ്തീരിയ പേഷ്യന്റ് ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസോ പ്ലേറ്റോ ഒക്കെ വേറൊരാള് തൊടുവാണെങ്കിൽ എന്ത് ചെയ്യാം, രോഗം പകരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില രോഗികള് പുറമേ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കാറില്ലെങ്കിലും രോഗം പിടിപെട്ട് 6 ആഴ്ച കാലത്തോളം രോഗം പരത്താനുള്ള ശേഷി ഉണ്ടാവും. എന്താണ് അങ്ങനെ പറയുന്നേ? അപ്പോ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? മനസ്സിലായോ? അതായത് ആ രോഗിയില് അഫക്ട് ചെയ്തത് അത്ര അറിയണ്ടായിരിക്കും, പക്ഷെ അവർക്ക് അത് മറ്റുള്ളവരിൽ പടരും. അവരിൽ നിന്ന് അവരെ അധികം ബാധിക്കില്ലായിരിക്കും, കാണിക്കുന്നുണ്ടാവില്ല അവരില്. അതായത് ഒരാൾക്ക് ഇപ്പൊ ഡിഫ്തീരിയ രോഗം പിടിപെട്ട് കഴിഞ്ഞാല് ചിലപ്പോ രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പനിയോ ചുമയോ അല്ലെങ്കിൽ തുമ്മലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരാനുള്ള ചാൻസ് ഉണ്ട്. 6 ആഴ്ച കാലത്തോളം, അതായത് 6 വീക്കോളം ഈ രോഗം പരത്താനുള്ള ശേഷി ഈ രോഗാണുവിന് ഉണ്ടാകും. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ്, അതായത് മരണനിരക്ക് എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഡിഫ്തീരിയ ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന വിഷസമാനമായ ടോക്സിനുകളാണ് ഈ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിഫ്തീരിയ ബാക്ടീരിയ എന്ത് പുറപ്പെടുവിക്കുന്നുണ്ട്? ചില വിഷസമാനമായ ടോക്സിനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് രോഗിയിൽ ഉണ്ടായി കഴിഞ്ഞാല് രോഗത്തിന്റെ തീവ്രത വർദ്ധിക്കുകയും രോഗി മരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടോ? ഈ ഒരു ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് റിലേറ്റീവ്സിനോ കസിൻസിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഇല്ല, ആർക്കും ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ജലദോഷം പോലെ തന്നെ മൂക്കിന്ന് വെള്ളം വരിക. നമുക്കറിയാലോ, ജലദോഷം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നോർമലായിട്ട് മൂക്കിന്ന് വെള്ളം വരും. അതുപോലെ തന്നെ ചുമയുണ്ടാകും. പിന്നെ നമ്മുടെ ഉമിനീരിറക്കുമ്പോൾ നമുക്ക് വേദന, നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്തുണ്ടല്ലോ അവിടെ പെയിൻ അനുഭവപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ എന്താ പറയാ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത്, നമ്മൾ വാ തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു വെള്ള പാട പോലെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ വാ തുറക്കുമ്പോൾ നമ്മുടെ അണ്ണാക്കിന്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം വായുടെ അറ്റം, അവിടെ നമ്മുടെ ഈ പാലൊക്കെ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ പാൽപ്പാട രൂപപ്പെടില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള് പാൽപ്പാട ഉണ്ടാകുന്നേ? ഉണ്ട്, കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു തൊണ്ടയുടെ ഭാഗത്ത് ഉണ്ടാകും. അപ്പോ ഈ ഒരു നമ്മൾ രോഗിയെ എന്താ അല്ല, ഈ തൊണ്ടയുടെ ഭാഗത്ത് ഉണ്ടാവും പറഞ്ഞത് അത് കഫായിരിക്കുമെന്ന്. കഫായി പോവുന്നോ? കഫ ആണോന്ന് ചോദിച്ചത്. കഫാണോന്നോ? അല്ല, അത് പാട് പോലെ വന്നിരിക്കുന്നതാണ്, ഇതിന്റെ സിംറ്റം ആയിട്ട് വന്നിരിക്കുന്നതാ, കഫമല്ല കേട്ടോ. അപ്പൊ ഡോക്ടറെ കാണിക്കുമ്പോൾ പേഷ്യന്റിനെ നമ്മളെ ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെല്ലുമല്ലോ. ഇപ്പൊ കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ പേഷ്യന്റ് അതായത് ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ വാ തുറക്കാൻ പറയും അല്ലെ? ഏതൊരു അസുഖത്തിനാണെങ്കിലും ഡോക്ടർ വാ തുറന്ന് നോക്കിപ്പിക്കാറില്ലേ? തുറക്കാൻ പറയാറില്ലേ? ഓക്കെ, നോക്കുമ്പോൾ ഈ ഒരു പാട് കണ്ടാല് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പിക്കാനായിട്ട് സാധിക്കും ഈ കുട്ടിക്ക് ഡിഫ്തീരിയ ആണ്. അപ്പൊ ഇതിന് ടെസ്റ്റുകളും മറ്റുമൊക്കെ ഉണ്ട് കേട്ടോ, ഇത് ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകളും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു സിംറ്റം കൊണ്ട്, അതായത് സാധാരണ ഇതുപോലെ ജലദോഷപ്പനി പോലെ തന്നെയുള്ള സിംറ്റംസ് ഉണ്ട്. കൂടാതെ ഈ വാ തുറക്കുമ്പോൾ ഈ വെള്ളപ്പാട് പോലെ കാണാൻ പറ്റുന്നത് അത് ഡിഫ്തീരിയ ആണെന്ന് ഡോക്ടർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ തലവേദന ഉണ്ടാകും. പിന്നെ എന്താ പറയുക, ഛർദി ഉണ്ടാകും. ഹാർട്ട് ബീറ്റിന് വ്യത്യാസം വരും.
കൈയും കാലും തളർന്നു പോകുന്നത് പോലെ അനുഭവപ്പെടും. അങ്ങനെ പിന്നെ അതുപോലെ എന്താ പറയാ, ശ്വാസതടസ്സം ഉണ്ടാകും, സൗണ്ടില് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സാധാരണഗതിയിൽ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഡിഫ്തീരിയ ഉണ്ടാകുന്നത്. പക്ഷെ കുട്ടികൾക്കുണ്ടെങ്കിൽ മുതിർന്നവർക്കും ഈ രോഗം സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, കുട്ടികളിൽ നിന്ന് മുതിർന്നവരിലേക്ക് എന്ത് ചെയ്യാം, ഈ രോഗം സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ വാക്സിനേഷൻ വരെ എടുത്ത കുട്ടികൾക്കാണെങ്കിൽ ഇത് നമുക്ക് ഒരു പരിധി വരെ വരാതെ നോക്കാം. അതായത് കറക്റ്റ് ആയിട്ട് ഈ ഡിഫ്തീരിയയുടെ വാക്സിൻ നമ്മൾ പ്രോപ്പർ ടൈമിലാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 90 to 95% വരെ ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ. ഓക്കെ, ഒരൊറ്റ ഷോർട്ട് ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ PDF കണ്ടല്ലേ. അപ്പോ ഇതിനെ തടഞ്ഞു നിർത്തുന്ന ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വാക്സിൻ ആണ് DPT വാക്സിൻ എന്ന് പറയുന്നത്. ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. മറ്റു രോഗങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ മരണനിരക്ക് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഇതൊരു നോട്ടിഫയബിൾ ഡിസീസ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ രോഗി എന്താ പറയാ, രോഗാണു ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞ് കോംപ്ലിക്കേഷൻസ് കൂടുതലായി കഴിഞ്ഞാല് ഹാർട്ട് ബീറ്റില് എന്താ പറയാ വ്യത്യാസങ്ങൾ വരാം, ന്യൂമോണിയ ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി രോഗി മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാനുള്ളൊരു മാർഗമാണ് ഈ ഒരു വെള്ളപ്പാട്. നമ്മുടെ ഈ വാ തുറക്കുമ്പോ നമുക്കറിയാം, നമ്മൾ വാ തുറക്കുമ്പോൾ ഉള്ളില് അറ്റത്ത് ഒരു ഇത് കാണുന്നില്ലേ, അവിടെയാണ് ഈ വെള്ളപ്പാട് പോലെ വരുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഡോക്ടർക്ക് എന്ത് ചെയ്യാം, ഇത് ഡിഫ്തീരിയ ആണെന്ന് ഉറപ്പിക്കാം. അല്ലാതെ അതില്ലാത്തവരുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ, ഈ ഒരു വെള്ളപ്പാട് പോലെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഡോക്ടർക്ക് ഇത് ഡിഫ്തീരിയ ആണെന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മുടെ തൊണ്ടയിൽ നിന്ന് സ്വാബ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റില് ഡിഫ്തീരിയ ആണെന്ന് തെളിയിക്കപ്പെടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഇത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന് പ്രത്യേകമായിട്ട് ആന്റി ടോക്സിൻ ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ പെൻസിലിൻ, എറിത്രോസയാമിൻ, അങ്ങനെ ചില വാക്സിൻസുകളും എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റുകളും ഈ ഒരു ഡിഫ്തീരിയക്കെതിരെയായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഡിഫ്തീരിയ, നമ്മള് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നമ്മൾ പോയെന്ന് വിചാരിക്കാം. ആ ബർത്ത്ഡേ ചൈൽഡ് എന്ന് പറയുന്നത് ചിലപ്പോ ആ കുട്ടിക്ക് ഡിഫ്തീരിയ ഉണ്ടായിരിക്കാം, പക്ഷെ ഡയഗ്നോസ് ചെയ്തിട്ടില്ല. ഓക്കെ, ആ കുട്ടിക്ക് ആ സമയത്ത് ഡിഫ്തീരിയ ഉണ്ട്, പക്ഷെ ഇതുവരെ ഡയഗ്നോസ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾക്ക് എന്താണ്, സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടിയുമായിട്ട് മിങ്കിൾ ചെയ്യും അല്ലെ. ആ കുട്ടിക്ക് പ്രസന്റേഷൻ കൊടുക്കാം, വിഷ് ചെയ്യാം, ചിലപ്പോ എന്താണ് ഒന്ന് എന്താ പറയാ ഒന്ന് കെട്ടിപ്പിടിക്കാം. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ബർത്ത്ഡേ ബോയ് ആകുമ്പോൾ അല്ലെ, ആ ഒരു ചൈൽഡ് ആകുമ്പോൾ. അപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, ആ കുട്ടിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു, പിറ്റേ ദിവസമാണ് നമ്മൾ അറിയുന്നത് ആ കുട്ടിക്ക് ഡിഫ്തീരിയ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് അല്ലെ. അപ്പോ പെട്ടെന്ന് എന്താ പറയാ, നമുക്ക് ഭയങ്കരമായിട്ട് ഭയമാകും അല്ലെ. കാരണം ആ കുട്ടിയായിട്ട് നേരിട്ട് നമ്മൾ മിങ്കിൾ ചെയ്തതാണ്, ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഈ ഒരു ഇത് വന്നാലോ എന്ന് ഓർത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എറിത്രോസയാം എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. ഓക്കെ, ആ ടാബ്ലറ്റ് 10 ദിവസം കഴിക്കുവാണെങ്കിൽ, തുടർച്ചയായിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പൊ ഇത് ഞാനൊന്ന് ചേർത്തുന്നേ ഉള്ളൂ പറഞ്ഞ കൂട്ടത്തില്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ PDF പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വാക്സിനേഷൻ ആണ്. എങ്ങനെയാണ് ഇതിന്റെ വാക്സിൻ കൃത്യസമയത്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് കുട്ടികൾക്ക്. അതായത് ഇത് 3 രോഗങ്ങളുമായിട്ട്, അതായത് ഡിഫ്തീരിയയ്ക്കായാലും പെർട്ടൂസിസിനായാലും അതുപോലെ തന്നെ ടെറ്റനസിനായാലും ഒരൊറ്റ DPT ഷോട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ആദ്യം കുട്ടിക്ക് കൊടുക്കുന്നത് 6 ആഴ്ച പ്രായമുള്ളപ്പോഴാണ്. കുട്ടി ജനിച്ച് 6 ആഴ്ച പ്രായമുള്ള സമയത്താണ് ഇതിന്റെ ആദ്യത്തെ ഡോസ് കൊടുക്കുന്നത്.
പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നത് 10th വീക്കിലാണ്, അതായത് 10 ആഴ്ച പ്രായമുള്ളപ്പോൾ. പിന്നെ നെക്സ്റ്റ് 14 ആഴ്ച പ്രായമുള്ളപ്പോൾ എന്ത് കൊടുക്കുന്നു? അടുത്ത ഡോസ് കൊടുക്കുന്നു. അപ്പോ കുട്ടി ജനിച്ച് 6 ആഴ്ച പ്രായമുള്ളപ്പോൾ ആദ്യത്തെ ഡോസ്, ദെൻ 10 ആഴ്ച പ്രായമുള്ളപ്പോൾ രണ്ടാമത്തേത്, ദെൻ 14 ആഴ്ച പ്രായമുള്ളപ്പോൾ മൂന്നാമത്തേത്. ഇങ്ങനെ 3 തവണകളിലായിട്ട് ഈ വാക്സിൻ എന്ത് ചെയ്യുന്നുണ്ട്? കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ഡോസിനെയും DPT-യുടെ പ്രൈമറി ഡോസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? എന്ത് ഡോസ് എന്നാ പറയുന്നേ? പ്രൈമറി ഡോസ്. ഓക്കെ. അതിനുശേഷം 18 മാസം പ്രായമുള്ള സമയത്ത്, അതുപോലെ തന്നെ 4-4.5 വയസ്സ് ആ ഒരു സമയത്തിനിടയ്ക്ക്, പിന്നെ അതുപോലെ തന്നെ 12 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്ക്, ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിക്ക് വീണ്ടും എന്ത് കൊടുക്കുന്നുണ്ട്? ഇതിന്റെ ഡോസേജ് കൊടുക്കുന്നുണ്ട്. അപ്പോ അതിനെ പറയുന്നത് DPT-യുടെ ബൂസ്റ്റർ ഡോസ് എന്നാണ് കേട്ടോ. ബൂസ്റ്റർ ഡോസ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്. പെർട്ടൂസിസ് ഒക്കെ നമുക്ക് വഴിയെ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഓരോ കാര്യങ്ങൾ. ഇതിനകത്ത് ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മൾക്ക് അത് പഠിക്കണം, അറിഞ്ഞിരിക്കണം എന്താണെന്ന് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഡിഫ്തീരിയ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. പെർട്ടൂസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണെന്ന്? പെർട്ടൂസിസ് മാഡം ബൂസ്റ്റർ കൊടുക്കുന്നത് ഏത് പ്രായത്തിലാണെന്ന് പറഞ്ഞു? ബൂസ്റ്റർ കൊടുക്കുന്നതോ? 4.5 വയസ്സിന് ശേഷം. 4.5 വയസ്സ് കേട്ടോ. ബൂസ്റ്റർ ഡോസ് 4.5. 4-നും 4. നമ്മള് കുട്ടികൾക്ക് 5 വയസ്സാകുമ്പോ ഇഞ്ചക്ഷൻ എടുക്കില്ല, അതാണോ ഈ ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നത്? 5 വയസ്സാകുമ്പോ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അത് ഏതാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. അത് നമ്മുടെ അറിയാൻ പറ്റുള്ളൂ ഏതാണെന്ന്. നമ്മള് സാധാരണ 1.5 മാസം, 2.5 മാസം, 3.5 മാസം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കില്ല, അതല്ലേ ഫസ്റ്റ് പ്രൈമറി ഡോസ് എന്ന് പറഞ്ഞത്? പിന്നെ ഈ 18 മാസത്തിന് പിന്നെ 5 വയസ്സിൽ ഒരെണ്ണുണ്ടെന്ന് പറഞ്ഞു. എന്താ 5 വയസ്സിൽ ഒരെണ്ണുണ്ടെന്ന് പറയുന്നുണ്ട്. എന്റെ മോനിന് അടുത്ത് എടുക്കാറായിട്ടുണ്ട്, അപ്പൊ ഞാൻ ചോദിച്ചു. എടുക്കാനായിട്ടുണ്ട് അല്ലെ? ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ടാകും, അത് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഞാൻ ഇതിന്റെ ഒരു അസൈൻമെന്റ് തരാം, അപ്പൊ നിങ്ങൾക്ക് അത് അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണ്. ഈ ചാപ്റ്റർ കഴിയുമ്പോ അസൈൻമെന്റ് തരാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഡിഫ്തീരിയ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള സ്ഥലങ്ങൾ. ന്യൂസിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, മലപ്പുറത്ത് ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്തു. കാണാറുണ്ടോ? കേൾക്കാറുണ്ടോ? മലപ്പുറത്ത് ഇല്ല, അത് കേൾക്കാറില്ല. വരാറുണ്ട് അങ്ങനെയുള്ള ന്യൂസുകൾ. 2019, 2020 ഒക്കെ ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത്. അപ്പോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിഫ്തീരിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് ഗവൺമെന്റിന്റെ അഡ്വൈസ് പ്രകാരം ഇതിനെതിരെയുള്ള വാക്സിൻ 10 വർഷം കൂടുമ്പോൾ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഏരിയകളിൽ, അതായത് വരാൻ ചാൻസ് ഉള്ള ഏരിയകളിൽ അതിനെതിരെയുള്ള ആ വാക്സിനും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ആ കാര്യങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് വണ്ണാണ് പെർട്ടൂസിസ്. പെർട്ടൂസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പെർട്ടൂസിസ് എന്ന് പറയുന്നത് വില്ലൻ ചുമ. വില്ലൻ ചുമ കേട്ടിട്ടുണ്ടാവുമല്ലോ? കേട്ടിട്ടുണ്ട് അല്ലെ? കൂടുതലായിട്ട് കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത് കേട്ടോ. പെർട്ടൂസിസ് കൂടുതലായിട്ട് കുട്ടികളിലാണ് കണ്ടുവരുന്നത്. ചെറിയ ചുമയിൽ തുടങ്ങി പിന്നെ വളരെ വലിയ രീതിയിൽ നിർത്താതെ ചുമയ്ക്കുകയും ഒടുവിൽ ചുമച്ച് ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് സ്റ്റാർട്ടിങ്ങില്, ഇത് തുടങ്ങുന്ന ഒരു സമയത്തിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് ചെറിയ ചുമയായിരിക്കും ഉണ്ടാവുക. പിന്നീട് ഈ ചുമ എന്ത് ചെയ്യും? വലുതാകും. പിന്നീട് നിർത്തില്ല, കുഞ്ഞുങ്ങൾ ചുമച്ചുകൊണ്ടേയിരിക്കും. ചുമച്ച് ലാസ്റ്റ് ബ്ലഡ് വൊമിറ്റ് ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് ഈ പെർട്ടൂസിസ് എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത്. ബോർഡല്ല പെർട്ടൂസിസ് എന്നാണ് ആ ബാക്ടീരിയയുടെ പേര് കേട്ടോ. ബോർഡല്ല പെർട്ടൂസിസ്. ഓക്കെ, സ്പെല്ലിംഗ് ഒന്ന് പറയാം. ബോർഡല്ല
ബോർഡല്ല, BORDELLA, ബോർഡല്ല, BORDELLA. ഓക്കെ, ബോർഡല്ല പെർട്ടുസിസ് കേട്ടോ. ഇനി ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നേരിയ പനി ഉണ്ടാവും കേട്ടോ, നേരിയ പനി, അതുപോലെ തന്നെ മൂക്കൊലിപ്പ്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലിയ രീതിയിൽ ഒച്ചയുണ്ടാകും. നമുക്കറിയാം ഈ ആസ്മ അതുപോലെ തന്നെ ശ്വാസം മുട്ട് അങ്ങനെയുള്ള രോഗികളിലൊക്കെ അവര് ശ്വാസം എടുക്കണം, അവര് ബ്രത്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു വലിയ സൗണ്ട് ഉണ്ടാവാറില്ലേ, വിസിലടിക്കുന്നത് പോലെ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവാറുണ്ടല്ലേ. അപ്പൊ അത് അനുഭവിക്കുന്നവർക്ക് അറിയാം എത്രത്തോളം പ്രയാസകരമാണ് ആ കാര്യം എന്നല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോ ഈ ചുമയ്ക്ക്, അതായത് ഈ ചുമയുള്ള സമയത്ത് തന്നെ ശ്വാസം എടുക്കുമ്പോൾ വലിയ രീതിയിൽ സൗണ്ട് ഉണ്ടാകുന്നു, ഒച്ച ഉണ്ടാകുന്നു. പിന്നെ ശരീരത്തിന്, അതായത് ബോഡിക്ക് ചെറിയ രീതിയിൽ നീല നിറം ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നു. പിന്നെ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണിത് വരുന്നതെങ്കിൽ അത് കഠിനമാകാനായിട്ട് സാധ്യതയുണ്ട്. അതിന്റെ തീവ്രത, സിവിയറിറ്റി എന്ന് പറയുന്നത് കൂടുതലാകും. കാരണം നമുക്കറിയാം അല്ലെ, കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ എന്തോരം നേരമാണ് അവർ ചുമക്കുക. നമുക്ക് തന്നെ അറിയാം, വലിയ ആളുകൾ ചുമയ്ക്കുമ്പോ തന്നെ കുറെ നേരം നമ്മൾ ചുമച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ടയേർഡ് ആവും, ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കുഞ്ഞു കുട്ടികളാണ് അങ്ങനെ കിടന്ന് ചുമക്കുന്നതെങ്കിലോ ഭയങ്കര പ്രയാസാവില്ല നമുക്കത് കണ്ടു നിൽക്കാനായിട്ട്. ആണോ? അല്ലെ? ഓക്കെ. അപ്പൊ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളില് ഇത് സിവിയറിറ്റി കൂടാനായിട്ട് ചാൻസ് കൂടുതലാണ്, ശ്വാസം കിട്ടിയില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചുമയുടെ തീവ്രത മൂലം അല്ലെങ്കിൽ ചുമയുടെ കാഠിന്യം മൂലം തലച്ചോറിൽ ഇന്റേണൽ ബ്ലീഡിങ്, അതായത് ബ്രെയിൻ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ രോഗിയുടെ കണ്ടീഷൻ മോശമാകുമ്പോൾ വെന്റിലേറ്റർ ചികിത്സയിലേക്ക് രോഗിയെ മാറ്റാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഡിഫ്തീരിയയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഇപ്പൊ രോഗി മൂക്ക് ചീറ്റുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ തെറിക്കുന്ന, അതായത് സ്പ്രെഡ് ആകുന്ന ഡ്രോപ്സുകളിലൂടെയാണ് ഈ രോഗം പകരുന്നത്. പിന്നെ ഇത് പ്രത്യേകിച്ച് നമ്മള് എന്താ പറയാ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രീറ്റ് ഏരിയ ആണ്, അതായത് ചേരി പ്രദേശങ്ങളിൽ. ഓക്കെ, അതായത് താഴ്ന്ന എന്താ പറയാ നിലവാരമാണ് അവിടെ അല്ലെ, അതായത് എന്താ പറയാ നേരാവണ്ണം ശുചിത്വം ഇല്ല, ഹൈജീൻ ഇല്ല വേണ്ട രീതിയിൽ, എന്താ പറയാ അൺസേഫ് വാട്ടർ, അതായത് നല്ല രീതിയിലുള്ള വാട്ടർ അല്ല കുട്ടികൾ കഴിക്കുന്നത്, ഭക്ഷണം നേരാവണ്ണം അല്ല കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ, അതായത് ഈ ഒരു ഹൈജീൻ കുറവുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു രോഗം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചേരി പ്രദേശങ്ങളിലൊക്കെയാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ 7 to 14 days ആണ് ഇതിന്റെ എന്താ പറയാ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് രോഗാണു ഉള്ളിൽ പ്രവേശിച്ച് അത് പെരുകാനുള്ള ഒരു സാധ്യത വരുന്നത് 7 തുടങ്ങി 14 ദിവസം വരെയാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂക്ക് മുതൽ ശ്വാസനാളി വരെ, അതായത് നമ്മുടെ മൂക്ക് മുതൽ ലങ്സ് വരെ ഇതിന്റെ ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ചുമയ്ക്കുന്നത് ഭയങ്കരമായിട്ട് അല്ലേ. ആണോ? എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ബാക്ടീരിയ ഇങ്ങനെ മൂക്ക് മുതൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മുടെ ലങ്സ് വരെ പറ്റിപ്പിടിച്ചിരുന്നാല്? നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല അല്ലെ, നേരാവണ്ണം നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ ഉണ്ടാവാം? ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ് ഭയങ്കരമായിട്ട്, അതായത് നമ്മൾ ശ്വസിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒച്ച ഉണ്ടാകുന്നു, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിന് ഉണ്ടാകും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജില് നേരിയ ചുമ ഉണ്ടാകും, പനി ഉണ്ടാകും, ജലദോഷം ഉണ്ടാകും. ഓക്കെ, ആദ്യത്തെ സ്റ്റേജില്. രണ്ടാമത്തെ സ്റ്റേജിലാണ് നിർത്താതെയുള്ള ചുമ ഉണ്ടാവുന്നത്. മൂന്നാമത്തെ സ്റ്റേജിലാവുമ്പോൾ ശരീരത്തിൽ ചെറിയ ചെറിയ റെഡ് റാഷസ് കാണാനായിട്ട് തുടങ്ങും, ചെറിയ ചെറിയ ചുവന്ന പാടുകള് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, തൊണ്ടയിൽ നിന്ന് സ്വാബസ്രാവം എടുത്തിട്ടാണ് ഇതിന് പരിശോധനയ്ക്ക് അയക്കുക.
പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പെന്റാവാലന്റ് ട്രീറ്റ്മെന്റ് വാക്സിൻ കൊടുക്കാറുണ്ട്. പിന്നെ DTP, അതുപോലെ DTaP, TDAP, അങ്ങനെ 2 തരത്തില് വാക്സിനുകൾ നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. പെന്റാവാലന്റ്, DTP, DPT, അതുപോലെ തന്നെ DTaP കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ D ഇടാം, എന്നിട്ട് ടാപ്പ് എന്ന് എഴുതുക, TAP, DTaP. ദെൻ അതിനുശേഷം TDAP കേട്ടോ. നേരെ തിരിച്ചിടാം, T ആദ്യം ഇടുക, ക്യാപിറ്റൽ ലെറ്റർ T ഇടുക, ദെൻ DAP എന്ന് എഴുതുക, DAP. ഓക്കെ, കുട്ടികളിലാണെങ്കിലാണ് എന്താണ് DTaP കൊടുക്കുന്നത്. കുട്ടികളിലാണ് നമ്മൾ DTaP കൊടുക്കുന്നത്. മുതിർന്നവരിലാണെങ്കിൽ TDAP ആണ് കൊടുക്കുക. അതാണ് കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ടെറ്റനസ് ആണ്. ടെറ്റനസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഒന്ന് പറഞ്ഞ ആരെങ്കിലും? ഞാൻ തന്നെ പറയുന്നത് ബോറടിക്കും. നിങ്ങളൊന്ന് പറഞ്ഞ അത് തുരുമ്പിൽ നിന്ന് ആണിയൊക്കെ കാലിൽ കൊണ്ടു കഴിഞ്ഞാൽ തുരുമ്പ് കയറിയ അങ്ങനെ ഉണ്ടാവുന്ന രോഗങ്ങളല്ലേ? അങ്ങനെ ഉണ്ടാവുന്ന രോഗമാണ് അല്ലേ? ഓക്കെ. പിന്നെ അപ്പൊ അതിനെതിരെ നമ്മൾ വാക്സിൻ എടുക്കണം. ഏത് ബാക്ടീരിയ കാരണമാണ് ഉണ്ടാകുന്നേ? ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി, വെരി ഗുഡ്. ക്ലോസ്ട്രിഡിയം ടെറ്റനി അല്ലേ? ഓക്കെ, നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ഇതൊക്കെ ആണിയൊക്കെ കൊണ്ടു കഴിഞ്ഞാല് ശരിയായിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ, എന്താണ് വാക്സിൻ എടുത്തില്ലെങ്കിൽ ചിലപ്പോ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും മരിക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു ഒരു കുട്ടി അല്ലെ? വേറെ എന്തെങ്കിലും അറിവുകളുണ്ട് ഇതിനെ കുറിച്ച്? ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ടെറ്റനസ് എന്ന് പറയുന്ന രോഗം, ബാക്ടീരിയയുടെ പേര് പറഞ്ഞു, ക്ലോസ്ട്രിഡിയം ടെറ്റനി ആണെന്ന് പറഞ്ഞു അല്ലെ? ഇത് മണ്ണിൽ ഉണ്ടാകുന്ന രോഗാണുമാണ് കേട്ടോ. റജി സന്തോഷിന് എന്തെങ്കിലും പറയാനുണ്ടോ? പറയണമെങ്കിൽ പറയാം. ഇല്ല, ആർക്കും പറയാനില്ല, എല്ലാരും മിണ്ടാതിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അറിവുണ്ടാകും. ഞാൻ പറയട്ടെ മാം? പറഞ്ഞോളൂ സംഗീത. ഞാൻ ഒരു തവണ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ എറണാകുളം മെഡിക്കൽ ടെസ്റ്റിൽ പോയപ്പോഴത്തേ അവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. 5 വയസ്സായിരുന്നു ആ കൊച്ചിന്. 5 വയസ്സുള്ള കുട്ടി ഈ ടെറ്റനസിന്റെ ഒരു അസുഖം ബാധിച്ചാണ് ആ കൊച്ചിനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ആ കുട്ടിക്ക് അവർ ടെറ്റനസിന്റെ വാക്സിൻ എടുത്തിട്ടില്ല, കുഞ്ഞുനാളും അവർ എടുത്തിട്ടില്ല. അപ്പൊ ആ കുട്ടി അവരുടെ ഭാഗത്ത്, അവർ താമസിക്കുന്ന ഭാഗത്ത് ചെളിയും മണ്ണും പിന്നെ വെള്ളക്കെട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ആ കുട്ടി അതിൽ കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ വീഴുമായിരുന്നു, കാലിലൊക്കെ മുറിവൊക്കെ പറ്റുമായിരുന്നു. ഇവരപ്പൊ വെറുതെ അത് വാഷ് ചെയ്തിട്ട് മരുന്ന് വെച്ച് വിടാറാണ് പതിവ്. പക്ഷെ ആ കുട്ടിയിൽ ആ രോഗാണു അങ്ങോട്ട് കൂടി കൊച്ചു ശരിക്കും പറഞ്ഞ ഒരു മരണാവസ്ഥ വരെ എത്തി എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഒരു 15-20 ദിവസം ആ കുട്ടീനെ അവര് അവിടുത്തെ MICUയിൽ അഡ്മിറ്റ് ചെയ്തവര്. ഞാൻ അവിടെ എന്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും ആ കുട്ടി ICUയിൽ തന്നെയാണ്. കാര്യം അതിന്റെ വാക്സിന്റെ വാക്സിൻ എടുക്കാത്തത് കൊണ്ട് അതിന്റെ പ്രതിരോധ ശക്തി അത്രയ്ക്ക് കുറവായിരുന്നു എന്നാ പറയണം. കുട്ടി ശരിക്കും എന്താ പറയാ ഒരു മരണാവസ്ഥ എത്തി എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഈ അസുഖം അതിനും മാത്രം ഒരു ഡേഞ്ചർ ആണെന്നുള്ളതാണ് എന്റെ അറിവ്. അത്രേ അറിയുള്ളൂ അതിനെ കുറിച്ച്. കാര്യം നമ്മളൊക്കെ കുട്ടികൾക്ക് എടുക്കേണ്ടതാണ് ഈ വാക്സിൻ. നമുക്കറിയാം ടെറ്റനസ് ആവശ്യമാണ്. ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് അത്യാവശ്യമാണ്. കാര്യം കുട്ടികൾ എപ്പോ വേണമെങ്കിലും വീഴാം, എന്തെങ്കിലുമൊക്കെ കൊണ്ട് അവരുടെ ശരീരത്തിൽ മുറിവ് പറ്റാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ അറിയില്ല, പിള്ളേര് പറയില്ലല്ലോ നമ്മളോട് വീണതൊന്ന് പേടിച്ചിട്ടായിരുന്നാലും. അപ്പൊ ഒരു പ്രതിരോധ ശേഷി നമ്മൾ എടുക്കണത് തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ പറയണത്. എനിക്ക് അതിനെ കുറിച്ച് അത്രേ അറിയുള്ളൂ. ഓക്കെ, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ, മിണ്ടാതിരിക്കരുത് കേട്ടോ. ഞാൻ
ഇനി ഓരോ രോഗങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ അത് ചെറുതാണെങ്കിൽ കൂടിയും ഇവിടെ ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ആരെങ്കിലും ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? ആക്ഷൻ സോങ് മലയാളം മതി മിസ്? മതി മതി. ഇത് ചെയ്യണോ? ഇപ്പൊ ചെയ്യും. കഴുത്തിനൊപ്പം വെള്ളത്തിൽ തണുത്തു കോച്ചും വെള്ളത്തിൽ നീന്താനങ്ങനെ നീന്താമോ, നീന്താനങ്ങനെ നീന്താമോ, നീന്തുന്നോർക്കൊരു സമ്മാനം, നീന്തുന്നോർക്കൊരു സമ്മാനം. വെള്ളം താഴുമ്പോ താഴും ഞാൻ, വെള്ളം പൊങ്ങുമ്പോ പൊങ്ങും ഞാൻ, മുങ്ങി പൊങ്ങി രസിച്ചിടും ഞാനൊരു ആമ്പൽ പൂവാണേ, ഞാനൊരു ആമ്പൽ പൂവാണേ. നന്നായിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സില് 2-3 പേര് ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്ത് വരിക കേട്ടോ. പ്രിപ്പയർ ചെയ്ത് വരിക. ആരൊക്കെയാ ചെയ്യുന്നേ? ഇപ്പൊ തന്നെ പേര് പറയാം. ജിനു ചെയ്യാമോ? ജിനു ജോസെ ആക്ഷൻ സോങ് ചെയ്യാമോ നെക്സ്റ്റ് ക്ലാസ്സിൽ? ഹലോ മാം. ഹലോ മാം. ഞാൻ ചെയ്യാം മാം. നിഷ. അല്ലേ നിഷ? ഹലോ മാം. ഞാൻ ചെയ്യാം. ഷിജിനാസ്. ഇന്ന് ചെയ്യണോ? ഷിജിനാസ് അല്ലേ? എന്താ പേര്? ഷിജിനാസ്. ഓക്കെ ഓക്കെ. പിന്നെ ആരാ? ഒരാളെ കൂടി പറയൂ. ഒരാള് സ്റ്റോറി പറയണം കേട്ടോ. 2 പേര് ആക്ഷൻ സോങ് പറഞ്ഞിട്ടുണ്ട്. ഒരാള് സ്റ്റോറി പറയണം. ഞാൻ പറയാം മാം. നിസ ഷിഹാബ് അല്ലേ? സ്റ്റോറി പറയുമല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ 2 പേര് ആക്ഷൻ സോങ്, ഒരാള് വിജി. വിജി എന്താ ചെയ്യുന്നേ? ഞാൻ ആക്ഷൻ സോങ് പറയാം. ആക്ഷൻ സോങ് പാടാം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അതും കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ടെറ്റനസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പൊ ഇന്ന് എടുത്ത കാര്യങ്ങൾ എല്ലാവർക്കും പക്ക ക്ലിയർ അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം കേട്ടോ. സൈൻ ഔട്ട് ആരാ? സൈൻ ഔട്ട് ഞാനാണ് മാം. ഓക്കെ. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. Which letter of the alphabet contains a huge quantity of water? Which letter of alphabet contains a huge quantity of water? C. 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 B. What B. is C? C an answer. Next question. Which building has a number of stories? Which building has a number of stories? Library. Library. Why is history a sweet subject? Why is history a sweet subject? സ്റ്റോറി ഉള്ളതുകൊണ്ട്. No, dates. It has dates. Next. I have teeth, but I can't eat. Who am I? ചീർപ്പ്. Yes, comb. God has a face and 2 hands, but no arms or legs. Clock. Clock. What goes up as soon as the rain comes down? What goes up as soon as the rain comes down? മഴ വരുന്നതിന് മുമ്പേ വരുന്നത്. Cloud. Umbrella. Umbrella. Next, which 2 words when combined hold a lot of letters? Which 2 words when combined hold a lot of letters? ഡിക്ഷണറി ആണോ? അല്ല, പോസ്റ്റ് ഓഫീസ്. ആ 2 വേർഡ് കമ്പൈൻ ചെയ്യുമ്പോൾ ഹോൾഡ് എ ലോട്ട് ഓഫ് ലെറ്റേഴ്സ്. പോസ്റ്റ് ഓഫീസ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടല്ലേ? അല്ലേ? എല്ലാവരും ബുദ്ധിമതികളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ വായിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് കുറച്ചൊക്കെ ബോറടിക്കും എന്നല്ല, അതായത് കുറച്ചും കൂടി നമുക്ക് താല്പര്യം ഉണ്ടാവണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. ആക്ഷൻ സോങ് അത് പറഞ്ഞ പോലെ ഇപ്പോ സുറുമി ചെയ്ത പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, നെക്സ്റ്റ് ഫ്രൈഡേ കാണാം. ഓക്കെ, താങ്ക് യു. Okay, Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.